ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒന്ന് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവന്റെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ട് ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താടി നോക്കുന്നത്? കരുണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാറി കിടക്കുമ്പോഴാണ് ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി. അതാണടി എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നായിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യും വിട്ടു. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല, ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം അറിയാലോ. കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അവളെ വിടടി, എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്തല്ല, അവക്ക് കരുണം പോലീസില്ലേ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് തോന്നിയാസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ആദ്യ ഭാര്യ പതിവ്രത ആയിരുന്നല്ലോ. എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടയെന്ന് വിരിഞ്ഞതിന് മുമ്പ് ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ളു മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അത് തന്നെയല്ലേ സംഭവം. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. അയ്യോ, പ്രശ്നം തീർന്നല്ലോ. തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? എങ്കിൽ എനിക്കിതായ്മുട്ടി. ഇവളിപ്പോ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ. പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്തായാലും നോക്കിയിരിക്കുന്നു. കേൾപ്പടി കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെ ഉള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. നീ അവനെ കണ്ടു. ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ മോനെ ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അത് അവിടെയുള്ള കുടിച്ചേട്ടാ. ഞാനിപ്പോ കുടിച്ചാ അതെ, വാതിലടിച്ച് കുറ്റിയിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളത്. അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തു വിടുന്ന പ്രശ്നമല്ലേ ആയിമുട്ടി പറ്റി. നോക്കെത്താ ദൂരം വരെയായിരുന്നു പാടം. പിന്നെ തെങ്ങുന്തോപ്പ്, റബ്ബർ, ചുക്ക്, കുരുമുളക്, ഏലം ഇതെല്ലാം വിറ്റിട്ടാണ് ഇവനെ പഠിപ്പിച്ചത്. കോഴിക്കോട് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു എറണാകുളത്ത് പഠിക്കണം, പിന്നെ പറഞ്ഞു തൃശ്ശൂര് പഠിക്കണം, പിന്നെ കണ്ണൂര്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചു. ഇതും കഴിഞ്ഞപ്പോ പറയാണ് എന്തോ ഒരു പാല്. എന്ത് പാല്? മണിപ്പാല്. മണിപ്പാല്. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. ഇടയ്ക്ക് കയറി പറയരുത്. എന്താണ്? മണിപ്പാലി പഠിക്കണം. ആ സമയത്താണ് നമ്മൾ ആ റബ്ബർ എസ്റ്റേറ്റ് വിറ്റത്. 27 ഏക്കറല്ല, അമരാവതിയിലുള്ള 30 ഏക്കർ. ആര് നോക്കണം എവിടേക്കാ കിടക്കണം? എന്ത് വിറ്റാലെന്താ, ഒന്നും പാഴായി പോയിട്ടില്ലല്ലോ. റബ്ബറും തെങ്ങും ഒക്കെ ഇനി ഇഷ്ടം പോലെ വാങ്ങിക്കാമല്ലോ. എല്ലാരും ഉണ്ടല്ലോ. മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എവിടെ? ഡാഡി അങ്ങ് ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. സുമേ, ലതേ, അയ്മുട്ടി, ഞങ്ങളെയൊന്നും ഓർക്കുന്നില്ല. ഒരു എഴുത്തുമില്ല, ഒരു ഫോൺ പോലും ചെയ്യാറുമില്ല. ഡോക്ടർക്ക് എവിടാ ഇതിനൊക്കെ സമയം?
മമ്മി, ഡാഡി, ഇത് ആശുപത്രി ഓണർ കുമാരൻ തമ്പി. മാധവൻ തമ്പി. ഓ, മാധവൻ തമ്പി. ഞങ്ങൾ വേണ്ടതുപോലെ പരിചയപ്പെട്ടു. ഡോക്ടർ ഡ്യൂട്ടിയിലല്ലേ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, അവർക്ക് പോകാൻ തിരക്ക് കാണും. തിരക്കില്ല, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പോഴോ പൈമുട്ടി, ഇറങ്ങാൻ നേരത്തെ കാറ് കേടായി. പിന്നെ ഞങ്ങൾ ലോറിയിൽ അല്ല ബസ്സിലാണ് വന്നത്. ഡോക്ടറെ, എല്ലാം ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഡാഡിയും മമ്മി ഇന്ന് ഇവിടെ എത്തിച്ചേരുവോ? വന്നാട്ടെ, ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വേണ്ട. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വന്നാട്ടെ, ഓ നമുക്ക് വൈകിട്ട് കാണാം. അങ്ങോട്ട് കേറ്, കേറ്, വേഗം കേറ്. ഞാൻ പറഞ്ഞു. ചേച്ചി, മക്കളെ കയറി. മോനെ നീ വേഗം വരണേ. ഓക്കേ സാർ. എന്നെ പിടിച്ചൊരു മുറിക്കകത്തിട്ട് പൂട്ടി. കഞ്ഞിവെള്ളം പോലും തന്നില്ല. ഒടുക്കം അലക്കമ്പരിൽ നിന്ന് വാടക കൂടെ തുണി ഒപ്പിച്ചു. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല രാജഗോപാല. സാരമില്ല, ഇന്നുകൊണ്ടെല്ലാം തീരുമല്ലോ. പൊയ്ക്കോ. അച്ഛനെ വെല്ലിട്ട് വന്നു. നിങ്ങൾക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞൂടായിരുന്നു? ഞാനിവിടെ നാട്ടുകാരെയും പോലീസിനെയും പേടിച്ച് കള്ളപ്പണിയാന്ന് അറിഞ്ഞിട്ടും അതിഥികളായിട്ട് വന്നിരിക്കുന്നു. മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാൻ ദ്രോഹികൾ. എല്ലാ കാര്യവും വലിയേട്ടൻ അറിയാവുന്നല്ലേ? മിണ്ടി പോകരുത്. മോനെ, അവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞാണല്ലോ എന്നെ അന്വേഷിക്കരുതെന്ന്. ഞാൻ നിങ്ങളുടെ ആരുമല്ല, ഇറങ്ങിപ്പോണം. ഒരു മാസത്തിനകം ദാമുവേട്ടൻ ഓഫീസിൽ നടത്തിയ തിരിമറി പിടിക്കപ്പെടും. മാലതി ഇടത്തി പറഞ്ഞെന്താണെന്നറിയോ? ദാമുവേട്ടൻ ആരുടെയും മുമ്പിൽ ഇന്നുവരെ തല കുനിച്ചിട്ടില്ല. പിടിക്കപ്പെടുന്നതിന് മുമ്പ് രൂപ ഏർപ്പാടാക്കിയില്ലെങ്കിൽ കൂട്ടമരണമേ നിവർത്തിയുള്ളൂ. ദാമുവേട്ടനും മാലതിയേട്ടത്തെയും 3 മക്കളും. അന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ ഞാൻ. അപ്പൊ ഞങ്ങളൊന്നും നിന്റെ ആരുമല്ലേ രാജാ? അതൊന്നും ഇപ്പൊ എന്റെ തലയിലില്ല. അമ്മ മരിച്ചതിൽ പിന്നെ മാലതിയേട്ടത്തെയായിരുന്നു എന്റെ അമ്മ. അച്ഛൻ അന്നും കള്ളം കുടിച്ച് നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളെ കെട്ടുകയും ചെയ്തു. ഭാര്യയുടെ അനിയനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ദാമോട്ടനില്ല. ഒടുവിൽ ഞാൻ കേസിൽപ്പെട്ട് ജയിലിലായപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ദാമോട്ടൻ പണം തിരിമറി നടത്തിയത്. ദാമു നിന്റെ ചേച്ചിയെ കെട്ടുന്നതിന് മുൻപ് നിന്നെ ആരാ പൂച്ചിയത്? ആ കണക്കൊന്നും ഇപ്പൊ പറയണ്ട. ഞാൻ ലോക്കപ്പിലായിരുന്നപ്പം എന്റെ മകൻ കാരണം എന്റെ മാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്ന കള്ളിന്റെ അളവ് കൂട്ടിയല്ലാതെ അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയോ? ദണ്ണ ഉണ്ടച്ചാ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല ദണ്ണ ഉണ്ട്. ആ പോട്ടെ, നമുക്ക് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് രാജാ. ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട. എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് കാലിയാക്കണം, അത്രേ വേണ്ടൂ. അലക്ക് കമ്പനി തുണി എടുത്തോണ്ട് വന്നിരിക്കുക. എന്തൊക്കെ ആയാലും ഞാൻ നിന്റെ അച്ഛനല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ എനിക്കല്ല മറ്റാർക്കട മോശം. എന്റെ എന്ത് കാര്യം? അങ്ങനെ ചോദിക്ക്. ഞങ്ങളെല്ലാം സംസാരിച്ചു. നിന്റെ തമ്പി സാറിന്റെ മോളുടെയും കല്യാണം ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു. നിങ്ങൾക്കൊന്നും നാണവും മാനവും അല്പം പോലും ഇല്ലേ? ലണ്ടനിൽ നിന്ന് FRCS പാസ്സായ ഒരു പെൺകുട്ടിയെ വ്യാജ ഡോക്ടറായ ഞാൻ കല്യാണം കഴിക്കാനോ? എന്താ നിങ്ങളുടെയൊക്കെ ധാരണ? അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു തുക കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഇവിടെ സ്ഥലം വിടും, അറിയൂ? ഞാൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി. അങ്ങേര് തരുന്ന സ്ത്രീധന തുക കൊണ്ട് എന്റെ കൊച്ചുങ്ങൾക്കും ഒരു മേൽഗതി ഉണ്ടാവുമല്ലോ എന്ന് ആശിച്ചു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ശരിയാ രാജാ, ലതേ സുമേ നിന്റെ ആരുമല്ലല്ലോ. അവരെ പ്രസവിച്ച ഞാനായി പോയില്ലേ? അതൊന്നും പറയണ്ട. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നീ ചിന്തിച്ചു. ചിന്തിച്ചെങ്കിൽ ചിന്തിച്ച്. ഇപ്പൊ എന്താ വേണ്ടത്? ഏതായാലും നീ ഈ കള്ളവേഷം കെട്ടി എങ്കിൽ പിന്നെ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ആടിക്കൂടെ നിനക്ക്? ഈ സ്ത്രീധന തുക കിട്ടിയ മാലതിയുടെ പ്രശ്നവും നിന്റെ ഈ അനിയത്തിമാരുടെ പ്രശ്നം എല്ലാം അങ്ങോട്ട് പരിഹരിച്ചൂടെ രാജാ? സ്ത്രീധന തുക വാങ്ങിച്ച് ആരാ കെട്ടുന്നത്? അച്ഛനാണോ? അവർക്ക് എന്നല്ലല്ലോ ആവശ്യം. ഇഷ്ടം പോലെ പണമുള്ള പാർട്ടീസ് അല്ലേ. എടോ കെട്ടുന്നില്ലെങ്കിൽ കെട്ടണ്ട. കെട്ടാന്ന് പറഞ്ഞാൽ കാശ് ഇങ്ങോട്ട് കൈക്കിലാക്കിയ അതിപ്പോ നീ ചെയ്യുന്നതിനേക്കാൾ വലിയ രക്ഷമല്ലല്ലോ. സത്യമായിട്ട് അച്ഛൻ എന്റെ അച്ഛൻ തന്നെ. അങ്ങനെ വല്ല മോഹവും മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ നുള്ളി കളഞ്ഞേക്ക്. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. അതെന്തിനാ? മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല, അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല, എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്? അല്ല, നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്. എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ട ഇത്? കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലേ? പഴയതുപോലെ തന്നെ.
ആ നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ, അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. അല്ല മഹാദേവ, പിന്നെ ഈ കാറും ഷെഡിലിട്ടേരെ. യെസ്, ഡോക്ടർ രാജഗോപാൽ ഹിയർ. ആ, തമ്പി സാർ. എന്താ സാർ? പിന്നെ എന്റെ മോളുണ്ടല്ലോ നന്ദിനി FRCS, അവള് ലണ്ടനിൽ നിന്ന് വന്നു. ഇന്ന് അത്താഴം നമുക്ക് ഒരുമിച്ചാവാം. കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാവാം. അല്ല, അതിപ്പോ ഇവിടുത്തെ തിരക്ക് സാറിന് അറിയാമല്ലോ. ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. രോഗികൾക്ക് പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറെ കടമ. വേണ്ട വേണ്ട വേണ്ട, ഒഴിവുകഴി ഒന്നും പറയണ്ട. രാത്രി അരമണിക്കൂർ മാറി നിന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അതിനിടെ വല്ല രോഗികളും ചാകുകയാണെങ്കിൽ അങ്ങോട്ട് ചാകട്ടെ. കൊല്ല പിന്നെ ഡോക്ടർ വരണം. ആ ശരി, വെക്കട്ടെ. ആ സാവിത്രി, ഗംഭീരമായ ഒരു അത്താഴം ഇന്ന് റെഡിയാക്കിക്കോ. രാത്രി ഡോക്ടർ വരും. കല്യാണക്കാരി ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കണം. ആ മൂശാട്ടെ അവിടെ ആര്? ആ മഹാദേവൻ. ഡോക്ടർ വരുമ്പം അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. ശല്യം. മഹാദേവാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മാവൻ പൊയ്ക്കോ അമ്മാവൻ പൊയ്ക്കോ. നന്ദിനി ഇപ്പൊ വരും, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പോകൂ. പിന്നെ കുളി കഴിഞ്ഞ് ഗാർഡനിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ ഞാൻ വന്ന് എത്ര നന്നായി. എന്താ അമ്മാവ? ഇപ്പൊ നീ സംസാരിച്ചാൽ ആകെ കുളമാകും മഹാദേവ. ഇന്നലെ നിന്നെ പുകഴ്ത്തി ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, ഫലം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു. എന്തിന്? പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. ഒരു പുതിയ ഹിന്ദി സിനിമ കളിക്കുന്നുണ്ടല്ലോ, ദീപാലി ചാവാലി ദിൽബലിഹും. ദുൽഹനിയ ലേജായെങ്കിൽ അതാണ്. അത് തന്നെ. അതിന്റെ കഥ അറിയോ നിനക്ക്? അറിയില്ല. ആ, ഇതാ അതിന്റെ കുഴപ്പം. അതിന്റെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഓഹോ. നന്ദിനിയെ പോലെ ലണ്ടനിൽ പഠിച്ച നായിക, അവളെ വശത്താക്കാൻ 18 അടവും പ്രയോഗിക്കുന്ന നായകൻ. അതിൽ 18 പഠിക്കണമെന്നൊന്നുമില്ല. ഒരു 4-5 അടവെങ്കിലും പഠിക്കാതെ ഇനി നീ അതിനോട് സംസാരിക്കണ്ട. അത് അപകടമാ. അച്ഛനിൽ സിനിമ കണ്ടു. അത് എങ്കിൽ ഞാൻ നന്ദിനിയെ കൂടി വിളിക്കാം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായ അമ്മാവ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ആ സിനിമ കണ്ടാൽ നീ പ്രയോഗിക്കുന്ന അടവെല്ലാം സിനിമയെന്ന് കണ്ടുപഠിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ഓ, കറക്റ്റ്. വിട്ടോ, സ്ഥലം വിട്ടോ. രൂപ എന്റെ പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അമ്മാവരിന്ന് നന്ദിനിക്ക് കൊടുക്കണം. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുക്കണം. കൊടുക്കാം. ഓ, എന്റെ ദൈവമേ, ഇത് ആരായി വന്നിരിക്കുന്നേ? സാവിത്രി, നന്ദിനി, ഡോക്ടർ വന്നു. ഞാൻ കേറുന്നില്ല, നിർബന്ധിച്ചതുകൊണ്ട് വന്നു എന്ന് മാത്രം. ഒരു ആസ്മ പേഷ്യന്റ് അവിടെ ശ്വാസം മുട്ടി കിടക്കുകയാണ്. ഓ, ആസ്മാ രോഗി പിന്നെയും വന്നോ? അവന്റെ ബന്ധു കൂടെയുണ്ടോ? നല്ല തടിമുടുക്കുള്ള ഒരു മാന്യൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ? ഏയ് ഒന്നുമില്ല. ഇവിടെ വരെ വന്നിട്ട് കേറാതെ പോകാനോ? നന്ദിനി എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. വന്നാട്ടെ. ഓക്കെ, പക്ഷെ സംസാരിക്കാനൊന്നും സമയമില്ല. ഓ പിന്നെ വാ ഡോക്ടർ. ഓ, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ ഒന്ന് വരാൻ തോന്നിയത്? ആ മോളെ, ഇത് ആരാണോ നോക്കിയേ? ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ കാഴ്ചക്ക് ഇത്രയും സുന്ദരനാണെന്ന് നീ ധരിച്ചിട്ടുണ്ടാവില്ലല്ലേ? Pleased to meet you, doctor. ഹലോ. ഇരിക്കും ഡോക്ടറെ. മോളെ, അമ്മ എവിടെ? സാവിത്രിയെ ഒന്ന് വന്നിട്ട് പോയേ. ആ, എന്താ മോളെ നീ ഡോക്ടറോട് സംസാരിക്കാത്തത്? അല്ല, ആസ്മ രോഗി. ഓ പിന്നെ ഒരു ആസ്മാ രോഗി. ഏത് ആസ്മാ രോഗി? അത് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഒരു ആസ്മ രോഗിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഓഹോ, എന്നിട്ട് എന്ത് മരുന്ന് കൊടുത്തു? അത് മരുന്നൊന്നും കൊടുത്തില്ല. കൊടുത്തില്ലേ? ഇല്ല. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ മരുന്ന് കൊടുക്കാതെ എങ്ങനെയാ? അത് മിക്ക രോഗങ്ങൾക്ക് ഞാൻ മരുന്ന് കൊടുക്കാറില്ല. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ മരുന്ന് കൊടുക്കാതെ പല മരുന്നുകളുടെ പേര് പോലും ഞാൻ മറന്നുപോയി. What do you mean? വിളിച്ചോ? പിന്നെ വിളിക്കാതെ. നമ്മുടെ സുന്ദരനായ ഡോക്ടറെ നീ കണ്ടിട്ടില്ലല്ലോ? കണ്ടു, കണ്ണ് നിറയെ കണ്ടു. അച്ഛൻ എന്തിനാ ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരനായ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഡോക്ടർ സുന്ദരനായതുകൊണ്ട്. പൊടി. പിന്നെ സാവിത്രി, കൂട്ടൊക്കെ പെട്ടെന്ന് എടുത്തു വെച്ചോ. നിങ്ങൾ ഡോക്ടർമാരായി, ഡോക്ടർമാരെ പാടായി. അവർ സംസാരിക്കട്ടെ, നമ്മളിവിടെ നിൽക്കണ്ട. അല്ല, ആസ്മ പേഷ്യന്റ്. ആസ്മ പേഷ്യന്റ് പടിയായി. ഡോക്ടർ അവിടെ ഇരുന്നേ. സംസാരിച്ചു. മരുന്ന് കൊടുക്കാതെ രോഗം മാറ്റുന്നത് എങ്ങനെ ഡോക്ടർ? സാധിക്കും.
ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. മിക്ക രോഗങ്ങളെയും ഞാൻ സമീപിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ്. പേഷ്യൻസിന്റെ സൈക്കോളജി, അതിന്റെ കൂടി വല്ലപ്പോഴും ഇത്തിരി അലോപ്പതി, അലോപ്പതി സൈക്കോളജി, സൈക്കോളജി അലോപ്പതി. അതാണ് എന്റെ രീതി. അച്ഛൻ എവിടെ? ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? ഈ രക്തവാദം കൊണ്ടുണ്ടാവുന്ന ഒരു തരം വ്രണമില്ലേ, ഉവ്വ്. അനാസിൻ ഗുളിക കൊടുത്ത് ഞാൻ ഭേദപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തൽ. എല്ലാം ഇവിടെ ഉണ്ട്, നമ്മൾ കണ്ടെത്തണം. ആഫ്രിക്കയിലെ ബറൂണ്ടി മലയുടെ കീഴിൽ കൊങ്കോമ എന്ന ആദിവാസികൾക്ക് അറിയാവുന്ന ഒരു പച്ചലയുണ്ട്. ആ ഇല ക്യാൻസറിനെ പരിപൂർണമായി ഭേദപ്പെടുത്തും. No, it's impossible. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. വെനിസുലയിലെ ഗ്രാമീണർ നമ്മുടെ ഈ കറിക്കത്തി ഉപയോഗിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടത്തും. I can't believe all these things. യു ഹാവ് ടു. മിസ് നന്ദിനി പഠിച്ചത് തിയറി, ഞാൻ പറയുന്ന റിയാലിറ്റി ഇൻ പ്രാക്ടീസ്. ഡോക്ടർ എന്നെ ഒരു ഫൂളാക്കാനുള്ള ശ്രമാണോ? അതുകൊണ്ട് എനിക്കുള്ള നേട്ടം മിസ് നന്ദിനി ഒന്ന് മനസ്സിലാക്കണം. FRCS വലിയ പഠിത്തമായിരിക്കും, പക്ഷേ 3-4 ലോക രാഷ്ട്രങ്ങളിലുള്ള അത്രയും വിവിധ തരം രോഗങ്ങൾ ലണ്ടനിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അത്രയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക്